ദാവീദിന്റെ കഥ തുടരുന്നു. ബെത്ലഹേമിലെ ശാന്തമായ കുന്നുകളിൽ നിന്ന് അവൻ ഇപ്പോൾ ഏല താഴ്വരയിലെ യുദ്ധക്കളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. അവിടെ ഇസ്രായേൽ സൈന്യം ഭയം കൊണ്ട് വിറച്ചു. ഒരു വലിയ ഭീമൻ ദൈവജനത്തെ വെല്ലുവിളിക്കുവാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ശൗൽ രാജാവിന്റെ സേവകനിൽ നിന്നും ഗോലിയാത്ത് എന്ന മല്ലന്റെ മുമ്പിൽ നിൽക്കുന്നതിലേക്കുള്ള ദാവീദിന്റെ യാത്ര അവനെ ബൈബിളിലെ ഏറ്റവും ഐതിഹാസികമായ യുദ്ധങ്ങളിലൊന്നിലേക്ക് നയിക്കുന്നു. വരൂ, മഹാശക്തനായ ഗോലിയാത്തിനെ വെറും ഒരു കല്ലും കവണയും കൊണ്ട് കൊന്ന ദാവീദിന്റെ കഥ കാണാം. Stories that shine, truth that grows. Welcome to Joy Seeds. ഫെലിസ്ത്യർ യുദ്ധത്തിനായി ഒത്തുകൂടി. ശൗലും ഇസ്രായേല്യരും ഒന്നിച്ചുകൂടി ഏല താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിന്നു. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേല്യർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അവരുടെ പാളയത്തിൽ നിന്നും ഗദ്ദിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ ഉയർന്നു വന്നു. 9 അടിയിലധികം ഉയരമുള്ള ഒരു മല്ലൻ. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ കുന്തമുണ്ടായിരുന്നു. അതിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. അതിന്റെ ഇരുമ്പ് അഗ്രം 600 ശേക്കൽ ഭാരമുള്ളതായിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവന്റെ സാന്നിധ്യം തന്നെ ഇസ്രായേലിനെ ഭയപ്പെടുത്തി. അവൻ നിന്ന് ഇസ്രായേൽ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് പടയ്ക്കാനിരക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്തീനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫിലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേല്യരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. 40 ദിവസം അവൻ ഇസ്രായേലിനെ നിന്ദിച്ചു. ശൗലും അവന്റെ ആളുകളും വിറച്ചു. എന്നാൽ തന്റെ പിതാവ് ഇശായി സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണവുമായി അയച്ച ദാവീദ് ആ വെല്ലുവിളി കേട്ടു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവന്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തവൻ ഷമ്മയും ആയിരുന്നു. ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്നും തന്റെ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ബെത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ഒരു ദിവസം ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞു, ശൗലും നിന്റെ ചേട്ടന്മാരും ഇസ്രായേല്യർ ഒക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നീ ഈ ഒരു പറ മലരും 10 അപ്പവും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യം വാങ്ങി വരിക. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ട് ചെന്ന് യുദ്ധപാളയത്തിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചും കൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫിലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു. ദാവീദ് താൻ കൊണ്ടുവന്നതൊക്കെയും പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ ഗദ്ദിനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്നും പുറപ്പെട്ടു വന്നു പഴയ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്നും ഓടി. അവിടെ വെച്ച് സൈനികർ പരസ്പരം പറയുന്നത് ദാവീദ് കേട്ടു. ഈ വന്നു നിൽക്കുന്നവനെ കണ്ടുഹോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്ന നീക്കിക്കളയുന്നവന് രാജാവ് എന്തു കൊടുക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ സൈന്യങ്ങളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആരാണ്? അതിനവർ അവനെ കൊല്ലുന്നവന് ഇന്നിന്നതൊക്കെയും കൊടുക്കും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു.
അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ പുറേ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. യുദ്ധം കാണാനല്ലേ നീ വന്നത്? അതിന് ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോടും അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ഈ ഫെലിസ്ത്യൻ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് അവനോട് അംഗം പൊരുതും. ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ വെറും ഒരു ബാലനല്ലേ. അവനോ ബാല്യം മുതൽ യോദ്ധാവുന്നു. അടിയൻ പണ്ടൊരിക്കൽ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും മറ്റൊരിക്കൽ ഒരു കരടിയും വന്ന് അതിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ ചിഹ്നിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാവും. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു. ചെല്ലുക, യഹോവ നിന്നോട് കൂടെയിരിക്കും. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. തന്റെ കവചവും അവനെ ഇടുവിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടക്കാൻ നോക്കി. എന്നാൽ അതൊന്നും ശീലമില്ലായിരുന്നതുകൊണ്ട് അവൻ അതും കൊണ്ട് നടക്കുവാൻ സാധിച്ചില്ല. അവൻ അതൊക്കെ ഊരി മാറ്റിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഇടയസഞ്ചിയായ പൊക്കണത്തിൽ ഇട്ടു. കയ്യിൽ കവിണിയുമായി ആ ഫെലിസ്ത്യനോട് അടുത്തു. ഗോലിയാത്ത് കാഴ്ചയിൽ ഒരു യോദ്ധാവിനെ പോലെ അല്ലാതെ ചെറുപ്പക്കാരനും പവിഴ നിറമുള്ളവനും കോമളരൂപിയുമായിരുന്ന ദാവീദിനെ കണ്ട് അവനെ പുച്ഛിച്ചു. അയാൾ ചോദിച്ചു, നീ വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാൻ എന്താ നായയോ? ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കുന്നുണ്ട്. നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ദാവീദ് ഫിലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരിനോട് ചോദിച്ചു, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകനാണ്? രാജാവേ, അവൻ ആരാണെന്ന് എനിക്കറിയില്ല. അവൻ ആരുടെ മകനാണെന്ന് നീ അന്വേഷിച്ച് പന്തകൊടിക്കണം. ഫെലിസ്ത്യൻ അടുത്തേക്ക് വന്നപ്പോൾ ദാവീദ് വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി. അവൻ സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ എറിഞ്ഞ് ഗോലിയാത്തിന്റെ നെറ്റിയിൽ അടിച്ചു. കല്ല് അവന്റെ തലയിൽ കുത്തി. അവൻ നിലത്ത് കവിഴ്ന്നു വീണു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രയേല്യരും യഹൂദിയരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഇങ്ങനെ ഇസ്രയേൽ മക്കൾ ഫിലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യന്റെ തലയെടുത്തു അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധങ്ങളോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ ശൗലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഫിലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ബാല്യക്കാരാ, നീ ആരുടെ മകനാണ്? ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകനാണ്. ദാവീദ് ശൗൽ രാജാവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശൗലിന്റെ മകനായ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അന്നു മുതൽ ശൗൽ ദാവീദിനെ തന്നോടുകൂടെ നിർത്തി അവന്റെ പ്രതിഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചതുകൊണ്ട് അവനുമായി ഒരു സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും
തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. അങ്ങനെ അപകടങ്ങളിലും അസൂയയിലും പരീക്ഷണങ്ങളിലും ഇളകാതെ ഉറച്ചു നിൽക്കുന്ന ഒരു സൗഹൃദം ആരംഭിച്ചു. ദൈവത്തിലുള്ള വിശ്വസ്തതയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിരുന്നു അവരുടെ ആ സൗഹൃദം. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യങ്ങൾ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് എല്ലാവർക്കും ബോധിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിയ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. അവർ ഇങ്ങനെ പാടി: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ആ വാക്കുകൾ ശൗലിന് അനിഷ്ടമായി. അവൻ കോപാകുലനായി ചിന്തിച്ചു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ? അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകെട്ടി തുടങ്ങി. പിറ്റേന്ന് ദാവീദ് വീണ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. 2 പ്രാവശ്യം ശൗൽ ദാവീദിനെ ചുമരിൽ ചേർത്ത് കുത്തുവാൻ ശ്രമിച്ചും കൊണ്ട് അവന്റെ നേരെ കുന്തം എറിഞ്ഞു. എന്നാൽ 2 പ്രാവശ്യവും ദാവീദ് രക്ഷപ്പെട്ടു. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്നും മാറ്റി സഹസ്രാധിപനാക്കി. ദാവീദ് ഇസ്രയേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. ദാവീദ് ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് ആശങ്കിതനായി തീർന്നു. അനന്തരം ശൗൽ ദാവീദിനോട് പറഞ്ഞു: എൻ്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി. ഫെലിസ്ത്യരുടെ കൈകൊണ്ട് അവൻ മരണപ്പെടട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. പക്ഷേ സമയമായപ്പോൾ ശൗൽ അവളെ മെഹലോത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. എന്നാൽ ശൗലിന്റെ ഇളയ മകളായ മീകൾ ദാവീദിനെ സ്നേഹിച്ചു. ശൗൽ സന്തോഷിച്ചു. അവൾ അവന് ഒരു കെണിയായി തീരും, ഫെലിസ്ത്യർ അവനെ കൊല്ലും എന്ന് കരുതി. അവൻ ദാവീദിനോട്: നീ ഈ 2ാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച്, ഇതാ രാജാവിന് നിന്നെ പ്രിയമാവുന്നു, അവന്റെ ഭൃത്യന്മാർ ഒക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറയണം. രാജാവിന്റെ മരുമകനാവുന്നത് അല്പകാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ദരിദ്രനും എളിയവനുമാവുന്നു. ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവിന് ഒരു സ്ത്രീധനവും ആവശ്യമില്ല. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളിലും പുറപ്പെട്ടു ചെന്ന് ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മീകളിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മീകൾ അവനെ സ്നേഹിച്ചു. ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. ബേത്ലഹേമിലെ ശാന്തമായ കുന്നുകൾ മുതൽ ഏലാ താഴ്വരയിലെ യുദ്ധക്കളം വരെയുള്ള യാത്രയിൽ ദാവീദിന്റെ ജീവിതം എന്നേക്കുമായി മാറി മറിഞ്ഞു. ഒരു കവണയും കല്ലും മാത്രം ഉപയോഗിച്ച് ലോകം ഭയക്കുന്ന ഒരു ഭീമനെ അവൻ നേരിട്ടു. അവന്റെ അടിയുറച്ച ദൈവവിശ്വാസം അവനെ വിജയത്തിലേക്ക് നയിച്ചു. പക്ഷേ ദാവീദിന്റെ വിജയം മൂലം ശൗലിന്റെ ആരാധന അസൂയയായും അസൂയ തന്ത്രങ്ങളായും മാറി. അസൂയയുടെ നിഴലുകൾ രാജാവിന്റെ ഹൃദയത്തെ ഇരുട്ടിലാഴ്ത്തി. എന്നാൽ ദാവീദിനെതിരെ ശൗലിന്റെ വെറുപ്പ് കൂടി വന്നപ്പോഴും യഹോവയിലുള്ള അവന്റെ ആശ്രയത്തിന് ഒരിക്കലും ഇളക്കം തട്ടിയില്ല. യഥാർത്ഥ യുദ്ധം ജയിക്കുന്നത് ശക്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് എന്ന് അദ്ദേഹത്തിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭയം നമ്മെ വലയം ചെയ്യുമ്പോൾ ദൈവം ധൈര്യം നൽകുന്നു. മറ്റുള്ളവർ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ ദൈവത്തിന്റെ കൈ നമ്മെ താങ്ങി നിർത്തുന്നു. യാത്ര അവസാനിച്ചിട്ടില്ല. വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ശൗലിന്റെ അസൂയ വളർന്ന് ദാവീദിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാം. ദാവീദിന് ശൗലിന്റെ ജീവൻ അപഹരിക്കുവാൻ അവസരങ്ങൾ ഒരുങ്ങിയിട്ടും അവൻ പ്രതികാരത്തിന് പകരം കരുണയും ദയയും തിരഞ്ഞെടുക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഒരു ഇടയവാളന്റെ കഥയേക്കാൾ ഉപരി ദൈവം സ്വന്തം മനസ്സിന് ഇണങ്ങിയ ഒരു രാജാവിനെ രൂപപ്പെടുത്തുന്നതിന്റെ കഥയാണിത്. ദാവീദിന്റെ ജീവിതം തുടരുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ദൈവത്തിന്റെ പരാജയപ്പെടാത്ത പദ്ധതിയുടെയും ഈ അവസ്മരണീയ യാത്രയിലൂടെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.